കാട്ടൂർ കുരിക്കശ്ശേരിൽ ത്രിമംഗലേശ്വരം ദേവസ്വത്തിൽ ശ്രീമദ് ഗണേശപുരാണ രാമായണ യജ്ഞത്തിന് തുടക്കമായി. തുടങ്ങുമ്പോഴും മഹാഗണപതിയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലാക്കി തരുന്ന ഒരു യജ്ഞമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ പാർവതീദേവിയുടെ മാനസപുത്രനാണ് ഗണേശൻ എന്ന് നമുക്കെല്ലാം അറിയാം. ഒരുപാട് കഥകൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതെല്ലാം ഈ വരുന്ന 3-4 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി തരാനുള്ള പണ്ഡിതനായ നമ്മുടെ യജ്ഞാചാര്യൻ അതിനെ വളരെയധികം കഴിവുള്ള ആളാണെന്ന് എനിക്കറിയാം. കാട്ടൂർ കുരിക്കശ്ശേരിൽ ത്രിമംഗലേശ്വരം ദേവസ്വത്തിൽ ശ്രീമദ് ഗണേശപുരാണ രാമായണ യജ്ഞത്തിന് തുടക്കമായി. ജൂലൈ 30 ചൊവ്വാഴ്ച മുതൽ ആഗസ്റ്റ് 4 ഞായർ വരെയാണ് യജ്ഞം നടക്കുക. ആചാര്യ ബ്രഹ്മശ്രീ വേദാഗ്നി അരുൺ സൂര്യഗായത്രിയാണ് യജ്ഞാചാര്യൻ. ഡോക്ടർ ദിലീപ് മുട്ടത്തിപ്പറമ്പ് യജ്ഞത്തിന് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ റസീല സന്തോഷ് ആലപ്പുഴ ഗ്രന്ഥ സമർപ്പണവും ഷൈന ദേവരാജ് ചാരങ്കാട്ട് നിറപറ സമർപ്പണവും നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് എസ് മോഹൻദാസ്, സെക്രട്ടറി പി ചന്ദ്രബാബു, ഖജാൻജി KP പ്രസന്നബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന പാരായണ സമയങ്ങളിൽ യജ്ഞവേദിയിലെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നത് ഗണേശനിൽ നിന്നാണ്. അത് മംഗളകരമായി പര്യവസാനിക്കുവാനായിട്ട് ഹനുമാനെയും ഭജിക്കണമെന്നാണ് പറയുക. അങ്ങനെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യന്ത പ്രഭു എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെയുണ്ട്. അങ്ങനെയുള്ള സങ്കല്പത്തിലുള്ള ഒരു ഹോമം നമ്മൾ എല്ലാ മാസവും ഇവിടെ ചെയ്തു പോരുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇത്തരത്തിലൊരു യജ്ഞത്തിന് സമാരംഭം കുറിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിന് ഒരു വേദിയായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.